ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചോ? വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പടക്കമൊക്കെ പൊട്ടിച്ചോ എല്ലാവരും? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പൊതിച്ചോറാണ് കേട്ടോ. നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു പൊതിച്ചോറ്. നമ്മൾ മലയാളികൾക്ക് പൊതുവേ പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പൊതിച്ചോറ് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാഴയിലയാണ് അല്ലേ. വാഴയിലയൊക്കെ നോക്കുമ്പോൾ വാഴയൊക്കെ വല്ല തെങ്ങിൻ്റെ വലുപ്പം എത്തിയിരിക്കണം, എത്തുന്നുണ്ടായിരുന്നില്ലേ. എന്നിട്ടും കുറച്ച് എത്തി വലിഞ്ഞിട്ടൊക്കെ ഞാൻ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഓംലേറ്റും വേണം, മത്തി വറുത്തതും അതും വേണം, നിർബന്ധമാണ് അല്ലേ. എന്നാലേ അതിൻ്റെതായ ആ മണവും രുചിയും ഒക്കെ അങ്ങോട്ട് വരുള്ളൂ. പിന്നെ സാധാരണ നമുക്ക് ഉള്ളതുകൊണ്ടും പൊതിച്ചോറ് ഉണ്ടാക്കാം, പക്ഷെ ഇതാണ് അതിൻ്റെതായ ഒരു രീതി. അപ്പോൾ ഇതാ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഓംലേറ്റ് അവിടെ ഒന്ന് മറച്ചിടാറാവുമ്പോഴേക്കും ഞാനിതാ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇല വാട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഓംലേറ്റ് നമുക്ക് തിരിച്ചിടാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ വേണ്ടൂ, നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആദ്യം വാഴയില വെച്ചു. അതിലേക്ക് ഇതാ നല്ല കുത്തരി ചോറ്, മട്ട അരിയുടെ ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള ചോറാണല്ലോ ഇട്ട് കൊടുക്കാറുള്ളത്. ചിലവർക്ക് കൂടുതൽ ചോറ് വേണ്ടി വരും, ചിലവർക്ക് കുറവ് ചോറ് വേണ്ടി വരും. പിന്നെ പൊതിച്ചോറൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കഴിക്കുന്നവരും കൂടി കൂടുതൽ കഴിക്കും. അപ്പോൾ ഇതാ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇതാ കാളൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാളനൊക്കെ വിഷുവിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷുവിന് ഉണ്ടാക്കിയ കാളനും അവിയലൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കി പൊതിച്ചോറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീട്രൂട്ട് പച്ചടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഇന്നുണ്ടാക്കിയതാണേ. പിന്നെ വെച്ച് കൊടുക്കുന്നത് ഓംലേറ്റ് ആണ്. ഇനി നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നത് മത്തി വറുത്തതാണ്. മത്തിയൊക്കെ ഇന്ന് മത്തി വറുത്തിട്ടുണ്ട്, മത്തി കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് വിഷു ഓണൊക്കെ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവിടെ ഇന്നും പൊതിച്ചോറ് ഉണ്ടാക്കും കേട്ടോ. കാരണം കാളനും അവിയലൊക്കെ നമ്മൾ എത്ര കുറവുണ്ടാക്കിയാലും ബാക്കി വരുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പൊതിച്ചോറ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ ഇതാ 2 മത്തി വറുത്തതും കൂടെ ആ ചോറിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തു. അപ്പം മത്തി വറുത്തതും പിന്നെ മീൻകറിയും ഒക്കെ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയാൽ മതിയാവുമല്ലേ. അപ്പോൾ ബാക്കിയുള്ള കറികളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതാ ഒരു നാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ചെറുനാരങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിയും കൂടെ ഒഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സാമ്പാർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അവർക്ക് കറിയൊക്കെ ഇതിൽ ചോറിലൂടെ തന്നെ ഒഴിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് ചോറിൽ ഞാൻ മീൻകറിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, സാമ്പാറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് മൂടി വെക്കാറുള്ളത്. പക്ഷെ ചിലവർ ചോറിൽ കറിയൊന്നും ഒഴിക്കാറില്ല അല്ലേ. പപ്പടം വെച്ചിട്ടില്ല കേട്ടോ. പപ്പടം വെച്ച ആകെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് തണുത്ത് പോകും, അത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പപ്പടം വെച്ചിട്ടില്ല. അപ്പം നമ്മുടെ പൊതിച്ചോറിലേക്ക് വെക്കാനുള്ള വിഭവങ്ങളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കുക. അപ്പുറത്തെ സൈഡും കൂടി ഞാനിത് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, പൊതിച്ചോറ് മടക്കുന്നത് ആർക്കും അറിയാത്തത് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ എൻ്റെ ഒരു രീതിക്കനുസരിച്ച് ഞാനിതാ മടക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കൊണ്ടുപോകണില്ലല്ലോ, വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് വലിയ ഭംഗിയിലൊന്നും മടക്കിയെടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനിതാ പേപ്പറൊക്കെ ഇതുപോലെ ആക്കിയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലേ അത്. ആ പൊതി അഴിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു മണം ഉണ്ടല്ലോ, അത് ഒരുപാട് ഇഷ്ടമുള്ള മണമാണ്. എല്ലാവർക്കും അതുപോലെ ആയിരിക്കും അല്ലേ. കണ്ടോ, ഞാനിത് ഇവിടെ 4 പൊതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊതിയൊന്നും കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും രുചി അടിപൊളിയായിരുന്നു കേട്ടോ. പൊതി നമുക്കിപ്പോൾ യാത്രയൊന്നും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പൊതി കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ പൊതിച്ചോറുണ്ടല്ലോ കെട്ടി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് കഴിക്കാം. അപ്പോൾ തുറക്കുകയാണേ. നമ്മൾ ആ പേപ്പർ തുറന്നപ്പോൾ തന്നെ നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇലയൊക്കെ വാട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ പൊതിച്ചോറ് ഇവിടെ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു മീൻ വറുത്തതും മീൻ കറിയും നല്ല ഒരു ഓംലേറ്റിൻ്റെ കഷ്ണവും പിന്നെ കുറച്ച് പച്ചടിയും കാളനും അവിയലും അങ്ങനെ എല്ലാം കൂടി എടുത്ത് ഒരു ഉരുള
ഓ അത് അടിപൊളിയാണ് അല്ലേ ടേസ്റ്റ്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. വിഷു ഓണം ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് കഴിച്ചാലോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. അപ്പോഴേ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു പോയിട്ടുണ്ടേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ.